ഇന്നത്തെ റെസിപ്പി മുട്ട വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കിടിലൻ സ്നാക്സ് ആണ്. ഈ മുട്ടയുടെ കൂടെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന വളരെ കുറച്ച് എരിവുകൾ കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇവിടെ 4 ഉരുളൻകിഴങ്ങ് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്രേറ്ററിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതിന് പകരം ഒരു മാഷർ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഗിവവേയുടെ 6ാമത്തെ ദിവസമാണ് ഇന്ന്. ഗിവവേയെക്കുറിച്ച് അറിയാത്ത ആരെങ്കിലുമായി ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ കൂടുതലായിട്ട് അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. 4 ഉരുളൻകിഴങ്ങും ഇപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് സവാളയാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല പൊടി പോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങിലേക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എരിവ് അനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പച്ചമുളക് നല്ല പൊടി പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഇതിന് പകരം മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. അതുപോലെ 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡറും, അതുപോലെ ഇതിന് പകരവും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഇത് കൈകൊണ്ട് തന്നെ നമുക്ക് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു 3 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലൊരു അല്പം എണ്ണ തേച്ച ശേഷം ഇതിൽ നിന്നും ഓരോ ചെറിയ ബോൾസാക്കി ഇങ്ങനെ ഒന്ന് എടുക്കാം. ഇനി ഇത് കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്ത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു മുട്ട വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മുട്ടയായിട്ടാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുട്ട മുറിച്ച ശേഷം പകുതി മുട്ടയായിട്ട് വെച്ച് കൊടുത്താലും മതി. ഇനി ഇത് മുഴുവനായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇത് കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഉരുട്ടി നല്ലൊരു ഷേപ്പാക്കി എടുക്കണം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. 3 മുട്ട ഇപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ബ്രെഡ് ക്രംസിൽ മുക്കിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഇതിൻ്റെ മുകളിൽ ചെറിയൊരു കോട്ടിംഗ് കൊടുക്കുന്നതിന് വേണ്ടി ഈ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ 1 നുള്ളു ഉപ്പും കൂടി ഇട്ട ശേഷം ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കണം. അതുപോലെ തന്നെ ഈ മൈദാപ്പൊടിക്ക് പകരം 2 മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് അതിൽ മുക്കിയെടുത്താലും മതി. ഇപ്പോൾ കട്ടകളൊന്നുമില്ലാതെ ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് ഈ മാവിൽ ഇങ്ങനെ ഒന്ന് മുക്കിയ ശേഷം ഈ ബ്രെഡ് ക്രംസിൽ കൂടി ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കണം. ഈ ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായ ശേഷം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് ഓരോന്നായിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ കൂടി ഒരു അല്പം എണ്ണ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.